അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അടുത്തെറിയാൻ വരുന്ന ബൗളറിനും ഒരു ടെൻഷൻ ഉണ്ടാകും. കാരണം നമ്മൾ ആദ്യം എറിയാൻ വന്നവനെ പഞ്ഞി കിട്ടത് കൊണ്ട് ചിലപ്പോൾ അവനും അടി കിട്ടുമെന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് അവൻ ആ രീതിയിൽ ബോൾ എറിയും. പക്ഷെ നമ്മൾ ആ ഒരു സാഹചര്യത്തിനെ അതിജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ആദ്യത്തെ ഈ പറയുന്ന പവർ പ്ലേ ഓവറിൽ നമുക്ക് മാക്സിമം റണ്ണ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അത് നമ്മൾ അങ്ങനെ റണ്ണ് കണ്ടെത്താൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ബാറ്റിംഗ് ടീം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ആദ്യത്തെ 6 ഓവറിൽ കിട്ടുന്ന റണ്ണെന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു അടിത്തറയാവും. ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ഈ അറ്റാക്കിംഗ് ബാറ്റിംഗ് ശൈലിക്കകത്ത് ഒരു റിസ്ക് ഫാക്ടർ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കളി കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഒരു വലിയ ഷോട്ട് കളിച്ചിട്ട് വീണ്ടും അതുപോലൊരു ഷോട്ട് കളിക്കാൻ ശ്രമിച്ചിട്ട് ഔട്ടായി പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പം അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ കൂടെ അതിനകത്തുണ്ട്. കാര്യം ഒരു ബോൾ നല്ലൊരു ബോൾ വന്ന് അതിനെ നമ്മൾ 6 4 അടിച്ച് കളയും. അടുത്ത് വീണ്ടും ഒരു ബോൾ വരുമ്പോൾ നമ്മൾ അതേ കോൺഫിഡൻസോടെ നമ്മൾ അതിനെ നേരിടും. അപ്പോൾ ഈ എറിയാൻ വരുന്ന ബോളറിനും ഉണ്ടല്ലോ, അയാൾക്കും ഉണ്ടല്ലോ നല്ല രീതിയിൽ എറിയണമെന്ന്. അപ്പോൾ അയാൾ ഈ ബോളിനകത്ത് എന്തെങ്കിലും ഒരു വേരിയേഷൻ വരുത്തുകയാണെങ്കിൽ അത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മളും അതുപോലെ നേരത്തെ കളിച്ച് അതുപോലെ ഒരു ഷോട്ടങ്ങ് കളിക്കും, ഔട്ടാവും, ക്യാച്ചായി പുറത്തു പോകും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട്. അപ്പോൾ ഈ ഇതിനകത്ത് 2 എലമെൻ്റ് ഉണ്ട്. എന്തെന്നാണെന്ന് വെച്ചാൽ, ഈ അറ്റാക്ക് ചെയ്ത് കളിക്കുമ്പോഴേക്കും നമ്മുടെ ടീമിന് അതൊരു മുതൽക്കൂട്ടാവുകയും ചെയ്യും. എന്നാൽ നമ്മൾ റിസ്ക്കും കൂടെ എടുത്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ബാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ട് ഇതിനകത്ത്.